ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി അവൈലബിൾ ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ഉണ്ട്. സോ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും, ഏതാണ് ബെറ്റർ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതാണോ ബെറ്റർ അല്ലെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതാണോ ബെറ്റർ, ഇതൊക്കെ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നൗ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫീസ് ഉണ്ടാകും. പക്ഷേ ഉള്ള ഫീസ് അത് കമ്പാരിറ്റീവ്ലി UK, കാനഡ പോലെയൊക്കെയുള്ള കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറവായിരിക്കും. വെറൈറ്റി ഓഫ് കോഴ്സസ് ഈ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുണ്ടാകും. ഇതുകൂടാതെ അവർ കൂടുതലും കരിയർ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ക്ലാസ്സസ് എടുക്കുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റി വരുമ്പോഴേക്കും അത് ഗവൺമെൻറ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഫീസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് അവിടെ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും വാങ്ങിക്കുന്നത്. ഇതുകൂടാതെ അവിടെ നമ്മുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉള്ളതുപോലെ അത്രയും വെറൈറ്റി കോഴ്സസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിരിക്കില്ല. ബട്ട് അവർ കൂടുതലും റിസർച്ചും ഒക്കെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസാണ് പബ്ലിക് യൂണിവേഴ്സിറ്റി റൺ ചെയ്യുന്നത്. സോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുമ്പോഴേക്കും അക്കാഡമിക്കലി കുറച്ച് ലോവർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളാണെങ്കിൽ പോലും അവിടെ കൺസിഡർ ചെയ്തിരിക്കും. 50-55% ഉള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. നേരെ മറിച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റിക്കകത്ത് അവിടെ 55% ഒക്കെയും വരുമ്പോഴേക്കും ചാൻസസ് കുറച്ചുകൂടെ കുറവാണ്. 75% ഒക്കെ കൂടുതലുള്ള കുട്ടികൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻസ് കിട്ടാനുള്ള സാധ്യത, അത് പോസിബിലിറ്റി കൂടുതലുണ്ട്. സോ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോഴേക്കും നമുക്ക് APS, അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഒരു ഓഫർ ലെറ്ററൊക്കെ കിട്ടുന്നത്. നേരെ മറിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുമ്പോഴും APS ഇല്ലാതെയും IELTS ഇല്ലാതെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫർ ലെറ്റർ കിട്ടാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീസ് നോക്കുകയാണെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നോർമലി ഒരു 300 to 500 euros സെമസ്റ്റർ കോൺട്രിബ്യൂഷനായിട്ട് മാത്രമാണ് വരുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ യൂഷ്വലി 5,000 to 10,000 euro പെർ സെമസ്റ്റർ ഒക്കെ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സോ ഫീസ് കമ്പയർ ചെയ്തിട്ടാണെങ്കിൽ പോലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് UK, US പോലെയുള്ള യൂണിവേഴ്സിറ്റിയെക്കാളും ഒത്തിരി ചാർജ് കുറവാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ചാർജ് ചെയ്യുന്നത്. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോഴേക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് അത് കുറവായിരിക്കും. യൂഷ്വലി 30 to 50 ഒക്കെ ആയിരിക്കാം ഒരു ക്ലാസ്സിനകത്ത് ഉണ്ടാകുന്നത്. മറിച്ച് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അവർ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് മേടിക്കുന്നത്. സോ നിയർലി 300 സ്റ്റുഡൻസ് ഒക്കെ ഒരു ക്ലാസ്സിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാകാം. ഒത്തിരി പേരും റെഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നില്ല. ബട്ട് ദെൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിൽ ബി ലാർജർ. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൂടുതലും അപ്പോൾ കാൻഡിഡേറ്റിനെ കുറച്ചുകൂടെ പേഴ്സണലി കൺസിഡർ ചെയ്ത് പഠിപ്പിക്കാനുള്ള ചാൻസസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൂടുതലാണ്. ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് നോക്കുകയാണെങ്കിൽ 1 വർഷവും 1.5 വർഷവും ഒക്കെയും ഉള്ള കോഴ്സസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആണ്. പബ്ലിക് യൂണിവേഴ്സിറ്റി യൂഷ്വലി 2 yearsോ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ മാസങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കാറുണ്ട്. സോ ഏജ് കുറച്ചുകൂടെ കൂടുതലുള്ളവരും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർ, നിങ്ങൾ കൂടുതലും ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കോഴ്സ് പെട്ടെന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ പബ്ലിക് യൂണിവേഴ്സിറ്റി ആകുമ്പോഴേക്കും നിങ്ങളുടെ കോഴ്സ് ഡ്യൂറേഷനൊക്കെ കഴിഞ്ഞ് ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങാനായിട്ട് കുറച്ചുകൂടെ താമസം വരും. സോ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നിങ്ങൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ആയിരിക്കും. ഫിനാൻസ്, MBA പോലെയുള്ള വെറൈറ്റി ഓഫ് കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഇത്തരം കോഴ്സുകളുടെ ചാൻസസ് കുറച്ചുകൂടെ ടൈറ്റാണ്. അതായത് അവിടെ ആപ്ലിക്കേഷൻസ് ഒത്തിരി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കുറച്ചുകൂടെ കുറവാണ്. സോ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് കുറച്ചുകൂടെ റെപ്യൂട്ടേഷൻ വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ സ്റ്റാൻഡർഡൈസ്ഡ് നല്ല റെപ്യൂട്ടേഷൻ ഉള്ള യൂണിവേഴ്സിറ്റീസാണ്. ബട്ട് ഇൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അതിൽ പോലും നിങ്ങൾക്ക് നല്ല റെപ്യൂട്ടേഷൻ ഉള്ള യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണ്.
സ്കോർ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റിലേറ്റീവ്ലി ലോവർ സ്കോർ അവർ അഡ്മിഷൻ എടുക്കുന്നത് യൂഷ്വലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് കുറച്ചുകൂടെ ഹയർ സ്കോറുള്ള കുട്ടികളെയാണ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. ഒത്തിരി വെറൈറ്റി ഓഫ് കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സസിൻ്റെ വെറൈറ്റി കുറച്ചുകൂടെ കുറവായിരിക്കും. പ്രോസസ്സ് യൂഷ്വലി കൂടുതൽ ഫാസ്റ്ററായിട്ട് നടക്കുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ പ്രോസസ്സിങ് കുറച്ചുകൂടെ സ്ലോവർ ആയിരിക്കും അഡ്മിഷൻ്റെ കാര്യത്തിൽ. ബിക്കോസ് ഒത്തിരി പേരും അവിടെ അഡ്മിഷന് എടുക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒത്തിരി സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഒരു ഡിസിഷനിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഡിലേ വരുന്നത്. ബട്ട് യെസ്, ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ചെറിയൊരു തുക മാത്രമാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. നേരെ മറിച്ച് ഒരു ഫീസ് ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ. കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാൽ പോലും ഒരു 5,000 euro ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫീസാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നോർമലി ഉള്ളത്. ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, പബ്ലിക് യൂണിവേഴ്സിറ്റിയാണോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണോ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണ്. സോ ഫൈനാൻഷ്യലി നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ഈ പൈസ മുടക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അക്കാഡമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്യാം. താങ്ക് യു. MedCity International Academy. Trusted hands forever.